ഒരു അഭിമുഖത്തിൽ നവാസ് ഒരു നടനെന്ന് അറിയപ്പെടാനാണ് തനിക്കിഷ്ടമെന്നും എന്നാൽ അനുകരണ കലയിലാണ് താൻ ശോഭിച്ചതെന്നും അഭിപ്രായപ്പെട്ടിരുന്നു. വാപ്പ എപ്പോഴും പറയും, പഠനം അത് പ്രധാനമാണെന്ന്. ഏത് മേഖലയിൽ നമ്മൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്നത് ന്യായമാണ്. പക്ഷേ എവിടെ എത്തണം എന്ന് തീരുമാനിക്കുന്നത് കാലമാണ്. പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ഇടത്തായിരിക്കും നമ്മൾ ശോഭിക്കുക. സിനിമയിൽ അഭിനയിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ ഞാൻ അറിയപ്പെട്ടത് അനുകരണ കലയുടെ ലോകത്താണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ജോൺ ഹോനായി എന്ന ചിത്രത്തിലൂടെ തിരിച്ചു വന്ന നവാസ് സമീപകാലത്ത് ക്യാരക്ടർ റോളുകളിലേക്ക് മാറിയിരുന്നു. ഈ കഥാപാത്രങ്ങളാകട്ടെ അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെ നവാസിലെ നടനെ അടയാളപ്പെടുത്തുന്നതും പ്രേക്ഷക പ്രീതി നേടുന്നവയുമായിരുന്നു. സമീപകാലത്ത് നവാസും ഭാര്യയും ഒരുമിച്ച് അഭിനയിച്ച ഇഴ എന്ന ചിത്രവും പുറത്തിറങ്ങിയിരുന്നു. ചിത്രത്തിലെ അഭിനയത്തിന് രഹ്നയെ തേടി പുരസ്കാരങ്ങളും വന്നിരുന്നു. ജീവിതത്തിലെന്ന പോലെ തന്നെ ഈ സിനിമയിലും ഭാര്യ ഭർത്താക്കന്മാരായിട്ടാണ് ഇരുവരും അഭിനയിച്ചത്. ഒരു നടനെന്ന നിലയിൽ തന്റെ രണ്ടാം ഘട്ടമായിരുന്നു നവാസിന് ഇത്. വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലേക്ക് നവാഗതരായ സംവിധായകർ ഉൾപ്പെടെ വിശ്വസിച്ച് അദ്ദേഹത്തെ വിളിക്കുന്ന സമയം. തന്റെ ആഗ്രഹങ്ങളിലേക്ക് നടന്നു കയറുമ്പോൾ തന്നെയാണ് അപ്രതീക്ഷിതമായി നവാസ് മടങ്ങുന്നത്. പ്രകമ്പനം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായിട്ടാണ് കലാഭവൻ നവാസ് ചോറ്റാനിക്കരയിൽ എത്തിയത്. ഷൂട്ടിംഗ് പൂർത്തിയാക്കി മടങ്ങാനായി ഹോട്ടലിൽ എത്തി എല്ലാം പാക്ക് ചെയ്തിരുന്നു. എന്നാൽ ഏറെ നേരം കഴിഞ്ഞും ഒരു മുറിയുടെ താക്കോൽ മാത്രം തിരികെ ലഭിച്ചില്ല. ഇതേ തുടർന്ന് റൂം ബോയ് അന്വേഷിച്ചെത്തിയപ്പോഴാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.